ഏവർക്കും എൻ്റെ യാത്രാക്കുറിപ്പുകൾ എന്ന അർമേനിയൻ ഡയറിയുടെ 13ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ അർമേനിയൻ യാത്രയിൽ ഞങ്ങൾ പോകുന്നത് അർമേനിയൻ ഭാഷയിൽ കുന്തം എന്നർത്ഥം വരുന്ന കുരിശിൽ ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ച കുന്തം അപ്പോസ്തോലനായ എഡേസയിലെ വിശുദ്ധ തദ്ദേവൂസ് അവിടെ കൊണ്ടുവന്നതും ഏകദേശം 500 വർഷക്കാലം സൂക്ഷിച്ചിരുന്നതുമായ അർമേനിയയിലെ മധ്യകാല വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി മാറിയ പാറകളിൽ വെട്ടിയെടുത്ത ശവക്കല്ലറകളുള്ള ഗഹാഡ് മൊണാസ്ട്രിയിലേക്കാണ്. അർമേനിയൻ മലകളുടെ ഹൃദയത്തിൽ കാറ്റിന്റെ നിശബ്ദഗാനങ്ങൾ മൂളിക്കൊണ്ട് തണൽ വൃക്ഷങ്ങൾക്കിടയിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ റോഡ്. അസാദ് താഴ്വരകളിൽ ഗ്രാമീണരുടെ കന്നുകാലികൾ റോഡിൽ കൂടി മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഗഹാഡ് മൊണാസ്ട്രിയോട് അടുക്കുമ്പോൾ ഭൂമിയുടെ ഘടന തന്നെ വേറൊരു രീതിയിലാകുന്നത് ഞങ്ങൾ കണ്ടു. പച്ചപ്പ് നിറഞ്ഞ കാട്ടുപാതകളിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നേറുമ്പോൾ സൂര്യരശ്മികൾ മലയ്ക്കിടയിൽ ഒളിക്കുമ്പോൾ അങ്ങ് ദൂരെ നമുക്ക് കാണാം മലയുടെ ഒരു ഭാഗത്ത് ചേർന്ന് കിടക്കുന്ന കല്ലിൽ നിന്ന് പിറന്ന ഒരു മൊണാസ്ട്രി. മൊണാസ്ട്രിയുടെ പാർക്കിങ്ങിൽ ഞങ്ങൾ വണ്ടി നിർത്തി മുകളിലേക്ക് നടന്നു. ചെറിയ വഴിയോരക്കടകളും അർമേനിയൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെയും നമുക്കിവിടെ കാണാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമേന്തുന്ന കാച്ചറുകൾ ഇവിടെയുണ്ട്. മൊണാസ്ട്രിയുടെ പ്രധാന വാതിലിന് മുമ്പിൽ കുറെ ആളുകൾ കൂട്ടം കൂടി നിന്ന് പാറകളിലെ പൊത്തുകളിൽ ചെറിയ കല്ലുകൾ എറിയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാനും ഒരെണ്ണം എറിഞ്ഞു നോക്കി. ഞങ്ങൾ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അസാദ് താഴ്വരയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഉയർന്ന പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ പ്രകൃതി സൗന്ദര്യങ്ങളുള്ള ഒരു ഭൂപ്രകൃതിയിലാണ് മധ്യകാല കെട്ടിട സമുച്ചയം സജ്ജീകരിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും തകർന്ന മൊണാസ്ട്രിയുടെ പ്രധാന മാളികയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോൾ. മൊണാസ്ട്രിയുടെ മിക്കവാറും ഭാഗങ്ങൾ പൂർണ്ണമായും പാറ കൊത്തി നിർമ്മിച്ചതാണ്. കല്ലിൽ കൊത്തിയ വാതിലുകളും ഗോപുരങ്ങളും ചുമരുകളിൽ ചിത്രീകരിച്ച ക്രൂശിന്റെ കൊത്തുപണികളും കൽപ്പാളികളിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ ലിപികളും. ഗ്രിഗറി ദ ഇലുമിനേറ്റർ സ്ഥാപിച്ച ഈ ആശ്രമം അർമേനിയയിൽ ക്രിസ്തുമതം ദേശീയ മതമായി സ്വീകരിച്ചതിനെ തുടർന്ന് AD 4ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ്. AD 13ാം നൂറ്റാണ്ടിലാണ് നമ്മളീ കാണുന്ന പ്രധാന വാസ്തുവിദ്യാ സമുച്ചയം പൂർത്തിയാക്കിയത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് കിഴക്കൻ പടിഞ്ഞാറൻ പാറകളിൽ കൊത്തിയെടുത്ത പള്ളികൾ, പേർഷ്യൻ രാജകുമാരന്മാരുടെ കുടുംബശവകുടീരം, ശവകുടീര ചാപ്പലുകൾ, വിവിധ സെല്ലുകൾ, പാറകളിൽ കൊത്തിയെടുത്ത നിരവധി കച്ചറുകൾ എന്നിവ. ഞാൻ പ്രധാന പള്ളിയിലേക്ക് പ്രവേശിച്ചു. പ്രധാന പള്ളി ക്ലാസിക് അർമേനിയൻ രൂപത്തിലാണ്. ഇപ്പോഴും ആരാധന നടക്കുന്ന ഈ പള്ളിയുടെ താഴികക്കുടങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ വലിയ കരിങ്കൽ തൂണുകളാണ്. പുറത്തിറങ്ങി മലമുകളിലേക്ക് നോക്കിയാൽ നിരവധി കുരിശുകൾ വെച്ചിരിക്കുന്നത് കാണാം. അതൊക്കെ ഓരോ ഗുഹകളും ശവകുടീരങ്ങളും 12 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ആശ്രമ സമുച്ചയത്തിലെ മിക്ക സന്യാസിമാരും താമസിച്ചിരുന്ന പാറകളിൽ കുഴിച്ചെടുത്ത അറകളുമാണ്. പാറകളിൽ കൊത്തിയെടുത്ത പള്ളികളും ശവകുടീരങ്ങളുമുള്ള ഗഹാഡ് ആശ്രമം ഇപ്പോഴും അതിന്റെ സ്വാഭാവിക പശ്ചാത്തലത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മധ്യകാല അർമേനിയയിലെ പ്രശസ്തമായ ഒരു സഭാ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഗഹാഡ് ആശ്രമം. അർമേനിയൻ സംസ്കാരത്തിന്റെയും ആതിഥ്യ മര്യാദയുടെയും ഭാഗമായ മലമുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ തണുത്ത നീരുറവ ഈ പുൽപ്പുലാക്കിൽ നിന്നും കുടിച്ചും ദാഹം തീർത്തും ഞങ്ങൾ ഗഹാഡ് മൊണാസ്ട്രിയോട് വിട പറഞ്ഞു.